ബ്ലോക്ക് ചെയിൻ ടെക്നോളജിനെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ ബിറ്റ് കോയിൻ ഇങ്ങനെയുള്ള പല ക്രിപ്റ്റോ കറൻസികളെ കുറിച്ചൊക്കെ പഠിക്കണം. ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് ബിറ്റ് കോയിൻ, ക്രിപ്റ്റോ കറൻസി, ട്രേഡിങ്, ഇതൊക്കെ എങ്ങനെയാണ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്, ഇതിലൂടെ എങ്ങനെയാണ് നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇതിലൂടെ എങ്ങനെയാണ് ആളുകളുടെ പണം നഷ്ടപ്പെടുന്നത്, അതേപോലെ തന്നെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ബിറ്റ് കോയിൻ അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലുള്ളത്. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന ഫ്രീ ലേണിംഗ് സീരീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് നിഖിൽ. വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ നാട്ടിൽ നടക്കുന്ന ഒരുപാട് ക്രിപ്റ്റോ കറൻസികളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ പല ആൾക്കാരും അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ സീരീസ് വീഡിയോ ആണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ കറൻസിയാണ്. ഇതൊരു ഫിസിക്കലായിട്ട് നമുക്ക് തൊടാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പം നമ്മുടെ അടുത്തൊരു 100 രൂപയുടെ നോട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കത് പിടിച്ചു നോക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ കറൻസിയാണ്. ഇതൊരു ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ലോകത്ത് 20,000-ൽ പരം ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്. അതായത് ഓൺ ബ്ലോക്ക് ചെയിനിലും ടോക്കണിലുമായിട്ടാണ് ക്രിപ്റ്റോ കറൻസീസ് ഡെവലപ്പ് ചെയ്യുക. ഓൺ ടോക്കൺ എന്ന് പറയുന്ന സ്വന്തം നെറ്റ്വർക്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ക്രിപ്റ്റോ കറൻസീസിനെയാണ് നമ്മൾ ഓൺ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുക. ഇനി ടോക്കൺ എന്ന് പറഞ്ഞാൽ മറ്റ് ക്രിപ്റ്റോ കറൻസികളുടെ നെറ്റ്വർക്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടോക്കൺ എന്ന് പറയുക. അപ്പോൾ പ്രധാനമായിട്ട് 3-4 കറൻസികൾ നമ്മൾ പറയുകയാണെങ്കിൽ ബിറ്റ് കോയിൻ, എതേറിയം, BNB എന്നിങ്ങനെയുള്ള പല കറൻസീസ് ഒക്കെ ഉണ്ട്. അപ്പം ലോകത്തിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് ആൾക്കാരെല്ലാവരും പറയുന്നത് എന്താണ്? ബിറ്റ് കോയിൻ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ബിറ്റ് കോയിൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ആണ് ബിറ്റ് കോയിൻ ഉള്ളത്. ഒന്നാമത് ഇതൊരു ഡിജിറ്റൽ കറൻസിയാണ്. ഫിസിക്കലായിട്ട് നമുക്കിതിനെ ടച്ച് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോകത്ത് എല്ലാ രാജ്യത്തിനും ഉള്ള ഒരു ഡിജിറ്റൽ കറൻസിയാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. ഇപ്പം നോർമൽ കറൻസിയും ക്രിപ്റ്റോ കറൻസിയും തമ്മിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ എന്താണ്? നോർമൽ കറൻസി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഓരോ രാജ്യത്തിലും റിസർവ് ചെയ്യുന്ന ഫണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് അവർ ഓരോ കറൻസികൾ അടിച്ചടിച്ച് ഇറക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോകത്ത് ഒരു തവണ 2008-ലൊക്കെ ഒരുപാട് ബാങ്കുകൾ പൂട്ടിപ്പോയി ലോകത്ത് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വരികയുണ്ടായി. ഈ സമയത്തൊക്കെ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരുപാട് പണമൊക്കെ നഷ്ടപ്പെട്ടുന്ന ഒരു സാഹചര്യം ലോകത്തുണ്ടായി. ഇതിന് ശേഷമാണ് സതോഷി നാക്കാമോട്ടോ എന്ന് പറയുന്ന അദ്ദേഹം ക്രിപ്റ്റോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ഡെവലപ്ഡ് ആയിട്ടുള്ള ബിറ്റ് കോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മാർക്കറ്റിൽ. അത് ആരാണെന്ന് എന്താണെന്നൊന്നും മാർക്കറ്റിൽ ഇതുവരെ ആർക്കും അറിയാൻ പറ്റുന്ന ഒരു യഥാർത്ഥ രൂപമൊന്നുമില്ല. ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് മാത്രമാണ് മാർക്കറ്റിൽ ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥ ആളാരാണ് ഇതിന് പിന്നിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ് കോയിൻ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള 1 രൂപ അല്ലെങ്കിൽ 50 പൈസയൊക്കെ ആയിരുന്നു ബിറ്റ് കോയിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നത്. ഇന്ന് 2026 ബിറ്റ് കോയിൻ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 1 കോടി രൂപയ്ക്ക് പുറത്ത് ബിറ്റ് കോയിൻ്റെ ഒന്നിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷന് യൂസ് ചെയ്യുന്ന ഒരു കറൻസി മാത്രമല്ല, പല ആൾക്കാർ ട്രാൻസാക്ഷനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ശരിക്കും ട്രാൻസാക്ഷന് യൂസ് ചെയ്യുന്ന ബിറ്റ് കോയിൻ അല്ല, മെയിനായിട്ട് ആളുകൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനാണ് ബിറ്റ് കോയിൻ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മേജറായിട്ട് 2 യൂസ് കേസാണ് ഇവിടെ വരുന്നത്. ഒന്നെന്തിനാണ്? നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ പറ്റും. അതായത് ബിറ്റ് കോയിൻ്റെ വില താഴുന്ന സമയത്ത് ബൈ ചെയ്യുകയും ഉയരുന്ന സമയത്ത് സെല്ല് ചെയ്യുകയും അതിലൂടെ ബൈയിങ്ങും സെല്ലിങ്ങും നടത്തി നമുക്ക് കച്ചവടവും ട്രേഡിങ്ങും നടത്താനായിട്ട് പറ്റും. രണ്ടാമത്, ആളുകൾ ലോങ് ടൈമിലേക്ക് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഡൗൺ ആയിട്ട് വരുന്ന സമയത്ത് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു 3-4 വർഷമൊക്കെ ഹോൾഡ് ചെയ്തിട്ട് ലോങ് ടൈമിൽ അതിലൂടെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിറ്റ് കോയിൻ്റെ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾക്കും ബിറ്റ് കോയിൻ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജീനെ വേൾഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ചും ഓരോ ടെക്നോളജികൾ മാർക്കറ്റിലേക്ക് വരാറുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് Web 3 വരുന്നു, Web 2 വരുന്നു, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ടെക്നോളജികളെ കുറിച്ചൊക്കെ അറിയാം. നമ്മളിപ്പം ഗൂഗിളിൻ്റെ ഇന്നോവേഷൻസും അതേപോലെ തന്നെ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ ഇന്നോവേഷൻസും ഇതൊക്കെ നമുക്കറിയാം. ഇപ്പം പണ്ട് കാലങ്ങളിൽ നമ്മളൊരു ഡാറ്റ എടുക്കുന്ന സമയത്ത് ബുക്കുകളുടെയൊക്കെ റെഫറൻസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മളത് ഗൂഗിളിലേക്ക് വരാൻ തുടങ്ങി. അതിനുശേഷം ChatGPTയിലേക്കൊക്കെ ഇന്ന് വന്നു. അപ്പോൾ ഇതേപോലെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ടെക്നോളജിയിലും ഇൻവെസ്റ്റ്മെൻറ്റിലും പല കാര്യങ്ങൾ ലോകമെമ്പാടും മാറുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ ക്രിപ്റ്റോ കറൻസിയിൽ ട്രാൻസാക്ഷനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേബിൾ കറൻസീസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ലൈക്ക് USDT അങ്ങനെയുള്ള കറൻസീസ് ഒക്കെയാണ് നമ്മൾ സ്റ്റേബിൾ കറൻസി ആയിട്ട് യൂസ് ചെയ്യുക. ഇത് US ഡോളറിൻ്റെ എഗനസ്റ്റ് അല്ലെങ്കിൽ US ഡോളറിൻ്റെ ഇക്വലൻ്റ് എന്നുള്ള രീതിയിലാണ് USDT ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് സിനാരിയോസിന് ബിറ്റ് കോയിൻ പോലെയുള്ള കറൻസികളിലാണ് ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുക. അപ്പോൾ USDT അല്ലെങ്കിൽ BUSD എന്നിങ്ങനെയുള്ള സ്റ്റേബിൾ കറൻസിയുടെ യൂസ് കേസ് എന്ന് പറയുന്നത്
ആക്ച്വലി ആളുകൾക്ക് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. നമ്മളിപ്പോൾ റിയൽ മണിയൊക്കെ യൂസ് ചെയ്യാറില്ലേ? ഇപ്പോൾ ഇന്ത്യൻ കറൻസി ആയാലും അമേരിക്കൻ ഡോളർ ആയാലും പുറത്തുള്ള യൂറോ ആയാലും ഇങ്ങനെയുള്ള കറൻസി നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓരോ പ്രൊഡക്റ്റുകൾ വാങ്ങാനും വിൽക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റേബിളാണ്, അതിൻ്റെ വാല്യൂവിൽ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. ഇപ്പോൾ ഒരു USDTയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം 93 സംതിങ് അല്ലെങ്കിൽ 90 ആണെന്ന് വിചാരിക്കുക, എക്സാമ്പിൾ. US ഡോളറിൻ്റെ വാല്യൂവിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെറിയ വേരിയേഷൻസ് USDT ഉണ്ടാവും. അപ്പോൾ USD തന്നെയല്ല ഒരിക്കലും USDക്ക് ഓപ്പണൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്റ്റേബിൾ കറൻസിയാണ് USDT. ഇത് പല നെറ്റ്വർക്കിലും ഉണ്ട്. നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ബ്ലോക്ക് ചെയിൻ, ഇപ്പോൾ ലൈക്ക് TRC20, അതുപോലെ BP20, അതുപോലെ സോള്, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഓൺ ബ്ലോക്ക് ചെയിനുള്ള ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്. അതിൻ്റെ ബേസിലും ഈ പറയുന്ന സ്റ്റേബിൾ കറൻസി കണക്ട് ചെയ്തിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുക. അപ്പം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കറൻസീസും ഉണ്ട്, സ്റ്റേബിൾ കറൻസീസും ഉണ്ട്. എവിടെ? ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കറൻസി എന്താണെന്നും സ്റ്റേബിൾ കറൻസി എന്താണെന്നും നമ്മൾ മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ യൂസ് കേസ് നമ്മൾ പറഞ്ഞു, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ട്രേഡിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേൾഡിൽ ഒരുപാട് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ, മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയെല്ലാം ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് മറ്റുള്ള ടെക്നോളജീനെ കഴിഞ്ഞും കുറേ കൂടെ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഇതിനെ ഹാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. കാരണം എൻഡ് ടു എൻക്രിപ്ഷനിലും ബ്ലോക്ക് ചെയിനിലുമാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ കയ്യിൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ബാങ്കിലോ മറ്റിതിലൊക്കെ നമ്മൾ ഫിനാൻസ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് Web 2 ടെക്നോളജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ ഒരിക്കലും Web 3 ടെക്നോളജി അല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഹാക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതിലൂടെ വന്ന് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാങ്കിന് എടുക്കാൻ പറ്റും, ഗവൺമെൻറ് തീരുമാനം എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഇവർക്ക് ഇത് ആക്സസബിൾ ആയിട്ട് പല ആൾക്കാർക്ക് വേണമെങ്കിൽ ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വാലറ്റിൽ നിങ്ങളുടെ ക്രിപ്റ്റോ കറൻസീസോ അല്ലെങ്കിൽ ബിറ്റ്കോയിനൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ അതിന് ലോകത്ത് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. വിത്തൗട്ട് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ അതിൻ്റെ സീഡോ അല്ലെങ്കിൽ കീയോ മറ്റാൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളൊരു ഡീസെൻട്രലൈസ്ഡ് അല്ല, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചിലാണ് സൂക്ഷിക്കുന്നത് വിചാരിക്കുക. അതൊരിക്കലും സുരക്ഷിതമായിട്ടുള്ള കാര്യമല്ല. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചിൻ്റെ ഓണർഷിപ്പ് എപ്പോഴും എക്സ്ചേഞ്ചിനും കൂടെ ആധിപത്യം ഉണ്ടാവും. അവർ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അസറ്റ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അടുത്ത വീഡിയോസ് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ നിങ്ങളുടെ സംശയം കാര്യങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.